ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് കാലമായി കേട്ടോ നമ്മുടെ ജാസി ഹെലനോസ് പാട്ട ഇഷ്യൂ ഇങ്ങനെ യൂട്യൂബിലൊക്കെ എപ്പോൾ ചാനൽ തുറന്നാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ പേടിച്ച് യൂട്യൂബ് തുറക്കാൻ പറ്റാതെയൊക്കെ അത് വേറെ കാര്യം. പക്ഷേ ഈ ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞാൽ ധന്യേച്ചി. അപ്പോൾ ധന്യേച്ചി മാത്രമല്ല, ധന്യേച്ചിയെ പോലെ ഒരു സമൂഹം ഇനിയും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു സമൂഹം അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് ഇപ്പം മെയിൽ, ഫീമെയിൽ അതുപോലൊരു ജെൻഡറാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ധന്യേച്ചിയുടെ കോൺസെപ്റ്റിൽ, അതായത് ഹെൽനോസ് പാട്ടയുടെ കോൺസെപ്റ്റിലുള്ള ഹെൽനോസ് പാട്ട വിചാരിക്കുന്നത് പോലെ ഇപ്പം ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ആവാൻ വേണ്ടി പറ്റില്ലായിരിക്കാം. പക്ഷെ അവരൊരു ട്രാൻസ്ജെൻഡർ ആണ്, അതവർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അവരുടെ ട്രാൻസ്ജെൻഡർ എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ അവരൊരു മെമ്പറാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. അതായത് ഇപ്പം എൻ്റെ കോൺസെപ്റ്റിൽ ഇതാണ് ഒരു ട്രാൻസ്ജെൻഡർ ആവേണ്ടത്, അവരിങ്ങനെ ആവണം, അല്ലെങ്കിൽ അവരിങ്ങനെയല്ല എന്ന് പറയാൻ ഹെൽനോസ് പാട്ടയ്ക്ക് എന്താണ് അധികാരം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ജാസി എന്നൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അല്ല, മറിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് LGBTQA എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അവർ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഓക്കെ, ഇപ്പം നമ്മളെ പോലെ ഫീമെയിലിനെ പോലെ മെയിലിനെ പോലെ അവർക്കും ജീവിക്കാനുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ചേച്ചി ഹെൽനോസ് പാട്ട തന്നീച്ചി എന്തിനാണ് വെറുതെ അവരെ ഇങ്ങനെയും പറയുന്നതെന്ന് ഒരുപാട് ഒന്നും രണ്ടും അല്ല, ഒരുപാട് ഒരു സീരീസ് ആക്കാൻ മാത്രം ഉള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് നമ്മൾ ഇനിയിപ്പോൾ ആരും ആയിക്കോട്ടെ അവർ നമ്മളൊന്ന് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. അവരിങ്ങനെ ആവണം, അവരങ്ങനെ ആവണം, അവരിങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതുപോലെ ചിലപ്പോൾ അവരായില്ല എന്നിരിക്കാം. എന്ന് വെച്ചിട്ട് അവരെ വിമർശിച്ച് നമ്മളെ രീതിയിൽ കൊണ്ടുവരാനൊന്നും നമുക്ക് ആർക്കും അധികാരമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആരെയും പിന്നെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ ഒരു കമൻ്റ് ഇട്ടതല്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കിയതല്ല. ബട്ട് എനിക്ക് കണ്ടൊരു കാര്യം ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി തോന്നി. ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ, നമ്മളെപ്പോലെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, മെയിൽ ഫീമെയിൽ പോലെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് വീഡിയോസിൽ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ബട്ട് വി വാണ്ട് ടു അക്സെപ്റ്റ് ദം.